തമ്മിലുള്ള പ്രശ്നം ഇനി എന്നാണാവോ തീരാ? ഇതിനിടെ കിടന്ന് വിഷമിക്കുന്നത് മറ്റുള്ളവരും. മോളെ നീ എന്ത് തീരുമാനിച്ചു? ആലോചിക്കട്ടെ. അമ്മ വിഷമിക്കണ്ട. എന്തായാലും ഫംഗ്ഷനൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കണം. ഞാൻ പിന്നെ വിളിക്കാം. ശരി മോളെ. ശരി അമ്മ. ചേച്ചി ഉറപ്പായിട്ടും വരണം, വന്നിരിക്കണം. ചേച്ചി അദ്ദേഹത്തെയും കൂട്ടി ഇവിടെ വന്ന ഞാൻ ഇവിടെ ഇറങ്ങി പോകും. കേക്ക് പിന്നെ നിങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും. ഫംഗ്ഷൻ നിങ്ങൾ തന്നെ നടത്തിയാൽ മതി. രേവതി, എന്തായാലും നിന്റെ ഐഡിയ കൊള്ളാം കേട്ടാ. എന്താ ഐഡിയ? കാറ് വാങ്ങി വാടക കൊടുക്കാനുള്ള ഐഡിയ കൊള്ളാം. ഇതുവരെയുള്ള വാടക ഈ കാശ് നീ ചെലവാക്കരുത്, രേവതിയെ ഏൽപ്പിക്കണം, ഇല്ലെങ്കിൽ എന്റെ ജോലി പോകുന്ന കാർത്തികനോട് പറഞ്ഞിരുന്നു. വാടകയൊക്കെ കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ അല്ലേ? ആള് ഭയങ്കര ഡീസന്റ്. ഇങ്ങനെ പോയാ നമുക്ക് പെട്ടെന്ന് തന്നെ മുറി കിട്ടാൻ പറ്റും. ഈശ്വരനായിട്ടാ നമ്മളെ കൊണ്ട് ഇതൊക്കെ തോന്നിപ്പിച്ച്. കാശേ കയ്യിൽ വെച്ചാൽ അത് ചെലവാകും. അതുകൊണ്ട് നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നാ. എന്നാ പിന്നെ ഞാൻ അവിടെ പോട്ടെ. ബൈ. സച്ചേട്ടാ, ഒരു നിമിഷം. എന്താ രേവതി? അത് ശരത്തിന്റെ പിറന്നാളാ ഇന്ന്. അതിനിപ്പോ എന്താ? അല്ല, വൈകുന്നേരം വീട്ടില് ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. നല്ലതല്ലേ? ഫംഗ്ഷൻ നടക്കട്ടെ. അല്ല, ഫംഗ്ഷന് വരാൻ പറഞ്ഞായിരുന്നു. ഫംഗ്ഷന് രണ്ടുപേരും ഒന്നിച്ചു വരണമെന്നാണോ പറഞ്ഞത്, അതോ നീ മാത്രം വരണമെന്നാണോ പറഞ്ഞത്? അല്ല, രണ്ടുപേരും കൂടി ഒന്നിച്ചു വരണമെന്നാ പറഞ്ഞു. എന്തിനാ രേവതി നീ എന്നോട് കള്ളം പറയുന്നത്? നിന്റെ അനിയനെ എനിക്ക് നന്നായിട്ട് അറിയില്ലേ. ചേച്ചിയുടെ കെട്ടിയവൻ എനിക്ക് ഇഷ്ടമല്ല, അതിന് കൂടെ വന്ന പ്രശ്നമാവും. അതുകൊണ്ട് ഫംഗ്ഷൻ അദ്ദേഹത്തെ കൂട്ടണ്ട, ചേച്ചി തനിയെ വന്നാൽ മതി എന്നല്ലേ അനിയൻ പറഞ്ഞേ? നിന്റെ അമ്മ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അമ്മ അങ്ങനെ പറയോ? അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിന്റെ അനിയൻ പറഞ്ഞിട്ട് നല്ലത് ഏത് ചീത്ത ഏതെന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്തവനാണ് നിന്റെ അനിയൻ. അവൻ നന്നാവാൻ വേണ്ടി ഞാൻ അവന്റെ കൈ പിടിച്ച് ഓടിച്ചത്. പല വട്ടം ഞാൻ അവനെ ഉദ്ദേശിച്ചത്. പക്ഷെ എന്താ അവനത് കേട്ടില്ല. ഇപ്പോഴും ആ റൗഡികളുടെ കൂടെ ചുറ്റുക. അവൻ ഇങ്ങനെ ആവാൻ കാരണം നീ നിന്റെ അമ്മയാ. അടിച്ചു വളർത്തനായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ ഒരു ഓട്ടക്കാരൻ, അവൻ ഇങ്ങനെ ആവാൻ കാരണം അവന്റെ അമ്മയാ. അതുപോലെ നിന്റെ അനിയൻ ഒരു ക്രിമിനൽ ആവാൻ കാരണം നിങ്ങൾ തന്നെയാ. എന്ത് ചെയ്യാനാ? വീട്ടിലാകെയുള്ള ഒരു ആൺതിരി ഇളയ കുട്ടിയും അതിന്റെ ലാളനെ സ്നേഹമൊക്കെ അവന് കൊടുത്തിരുന്നു. കൊടുക്കണം, എല്ലാം കൊടുക്കണം. പക്ഷേ അത് അധികമായിപ്പോയി. അതാ പറ്റിയ പ്രശ്നം. ഞാൻ ഫംഗ്ഷന് വരണമെന്ന് അവൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ വിളിച്ച് പറയായിരുന്നു. ഇതിപ്പോ പേടിച്ച് പഠിച്ച നീ തന്നെ പറഞ്ഞത്. ഇനി തന്നെ മനസ്സിലാക്കാം ഞാൻ വരണ്ടെന്ന് അവൻ നിന്നോട് പറഞ്ഞു. അങ്ങനെയൊന്നും വേണ്ട 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 രേവതി, എനിക്കെല്ലാം മനസ്സിലായി. ഒരു അഭിനയിക്കല്ലേ ഇപ്പൊ പോലും അവൻ പറഞ്ഞ നീ പറയുന്നില്ല. അവനെ നല്ലവനാക്കാൻ നോക്ക്. അവൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ നിങ്ങൾ മറച്ചു വെച്ചു, കണ്ടില്ലെന്ന് അടിച്ചു. അതവന് വീണ്ടും വീണ്ടും തെറ്റി എന്നതിന് വളമായി. കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ രണ്ട് അടി പൊട്ടിച്ചിരുന്നെങ്കിൽ അവൻ ഇങ്ങനൊന്നും ആവില്ലായിരുന്നു. ഇപ്പൊ അവൻ തെറ്റായ വഴിക്കൊന്നും പോകുന്നില്ലല്ലോ. അവൻ ആരുടെ കൂടെ നടക്കുന്നില്ലേ? ആന്റണി അവന്റെ കൂടെയാ നടക്കുന്നത്. അതിനെന്ത് ചെയ്യാനാ നമ്മള്? ഇപ്പോഴും നീ അവനെ ന്യായീകരിക്കുന്നത്. നടന്നു പോകുമ്പോ കല്ലിൽ തട്ടി മുറിഞ്ഞാ കല്ലിന് കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം നമ്മുടേതാ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കി നടക്കണമായിരുന്നു. അവനിപ്പോഴും തെറ്റായ വഴിക്ക് തന്നെയാ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ നല്ലതും ചീത്ത എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാവാനാ? ഒരു ക്രിമിനലിന്റെയും കള്ളന്റെയും ബുദ്ധിയില്ല അവന്. കള്ളനോ? മുമ്പ് അവൻ നിങ്ങളുടെ ബൈക്ക് മോഷ്ടിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. അല്ല, അവൻ അമ്മയോട് സച്ചേട്ടാ അതെന്താ പറയാൻ വന്നേ? അതൊന്നുമില്ല. കള്ളന്മാരുടെ കൂടെ കൂടിയാ അവനും അതുപോലെ ആവും. അതൊക്കെ വിടും. അതൊന്നും പറഞ്ഞൊരു കാര്യമില്ല. എനിക്ക് പെട്ടെന്ന് പോകണം. ഒരു ഓട്ടം ഉണ്ട്. നീ എന്ത് തീരുമാനിച്ചു? അത് ആദ്യം പറ. എന്ത് തീരുമാനിക്കാൻ? നീ ബർത്ത്ഡേ ഫംഗ്ഷന് പോകുന്നുണ്ടോ ഇല്ലയോ? ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ആലോചിക്കട്ടെ. കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. നീ ഫംഗ്ഷന് പോകണ്ട. അതെന്താ അങ്ങനെ പറയുന്നേ? അവൻ എന്നേക്കാൾ വലുത് ആന്റണിയാ. പിന്നെ എനിക്ക് അവൻ ബഹുമാനം തരുന്നില്ല. ചേച്ചിയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് കാണുന്നില്ല. പിന്നെ എന്റെ കാര്യം പോട്ടെ. നിന്നോട് സ്നേഹവും ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ അവൻ നീ പറയുന്നത് കേൾക്കില്ലേ? ആ തെമ്മാടിയുടെ കൂടെ തെറ്റായ വഴിയിലൂടെ നടക്കുമായിരുന്നു. നീ പറയുന്നത് കേൾക്കാത്ത, നിന്നെ അനുസരിക്കാത്ത അവന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ പോകണ്ട. സച്ചേട്ടാ എന്തൊക്കെ പറഞ്ഞാലും അവൻ എന്റെ അനിയനല്ലേ? അനിയനൊക്കെ തന്നെ. അനിയനല്ലേ കേട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ ചെയ്യുന്ന തെറ്റുകൾ കണ്ടില്ലെന്ന് അടിച്ച് എല്ലാത്തിനും അവന്റെ കൂടെ നിന്നാ അവൻ എങ്ങനെയാ മാറുന്നേ? എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോ ഞാൻ അതിന് പോകണ്ടേ? ഞാൻ പോയില്ലെങ്കിൽ അമ്മയ്ക്ക് അവനൊക്കെ വിഷമാവും. അപ്പൊ നിനക്ക് വിഷമം ഉണ്ടാക്കുന്നില്ല അവൻ ചെയ്ത് കൊടുത്തേ. ദേവതി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ ഫംഗ്ഷന് പോകരുത്. നിന്റെ കഴുത്തിൽ താലി കെട്ടിയാണ് ഞാൻ. എന്നെ വിളിക്കാത്തടത്ത് നീ തനിയെ പോകണ്ട. അതിപ്പോ നിന്റെ വീടാണെങ്കിൽ പോലും നീ ഞാൻ പറയുന്ന കേൾക്കുന്നു അനുസരിക്കുന്നു ഞാൻ കരുതുന്നു. ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ഓ പിന്നെ ഇത്രയൊക്കെ മതി. എന്റെ ബർത്ത്ഡേ അല്ലേ, ഞാനങ്ങ് സഹിച്ചു. എനിക്കിതിന്റെ കേടാൻ നോക്കി ഇതൊക്കെ ചെയ്യാനായിട്ട്. ഓ, ഒരു സഹോദര സ്നേഹം. ആഹാ, നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലോ. അല്ലമ്മേ, ചേച്ചി വരാനെന്താ ലേറ്റ് ആവുന്നേ? ഇനി അവിടുന്ന് വിട്ടില്ലേ? മോളെ പെട്ടെന്ന് അവൾക്ക് ഇറങ്ങി വരാൻ പറ്റുമോ? അവിടുത്തെ ജോലിയൊക്കെ തീർത്തിട്ട് വേണ്ടേ വരാൻ? അവിടെ വന്നോളും. ഇനി അമ്മായിമ്മ അവിടെ പിടിച്ചു വെച്ച് കാണോ? പിടിച്ചു വെച്ചാലും സച്ചി അവളെയും കൂട്ടി ഇങ്ങ് വന്നോളും. അദ്ദേഹം ഈ ഫംഗ്ഷന് വരരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. വന്നാൽ എന്താടാ? അദ്ദേഹം വന്നാൽ ഞാൻ ഇവിടുന്ന് പോകും. പോവാനോ? ഇത് നിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ? അത് തന്നെ പറഞ്ഞേ. നിങ്ങൾ അങ്ങ് നടത്തിയാൽ മതി, ഞാൻ ഉണ്ടാവില്ല. ഇവൻ പറയുന്ന കേട്ടില്ലേ ദേവു? അവനെ വീട്. അമ്മ ചേച്ചി വിളിച്ച് വേഗം വരാൻ പറ. പറയമ്മേ. മോളെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ലമ്മേ. എന്താ ഇറങ്ങാത്തെ? നീ പെട്ടെന്ന് വാ. അമ്മേ, ഞാൻ വരണോ? എന്തൊരു ചോദ്യം ഇത്? അത് വീടിന് ചുറ്റുള്ള കുറച്ചു പേരോട് പറഞ്ഞിട്ടുള്ളൂ. അവരിപ്പോ ഇങ്ങ് എത്തും. നീ വേഗം വരാൻ നോക്കേ. എന്താ നിന്റെ അമ്മായിമ്മ വല്ലതും പറഞ്ഞോ? അയ്യോ ഇല്ല, അമ്മയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. കുറച്ച് മാല പെട്ടെന്ന് കൊടുക്കാനുണ്ട്. അത് സുധയെ വനജ ഏൽപ്പിക്കേ. അവര് മാല കെട്ടി കൊടുത്തോളൂ. നിന്റെ അനിയന്റെ പിറന്നാളിനേക്കാൾ മുഖ്യമാണോ ജോലി? അമ്മേ, ജോലി ഉണ്ടെന്നൊക്കെ നീ എന്നോട് കള്ളം പറയുന്നല്ലേ? നിന്റെ അമ്മായിമ്മ ഫംഗ്ഷന് പോണ്ടാന്ന് പറഞ്ഞു കാണും. അതുകൊണ്ടല്ലേ നീ വരാത്തത്? അമ്മ, ഇവിടുത്തെ അമ്മയല്ല പറഞ്ഞത്, സച്ചേട്ടനാ. സച്ചിയോ? അവനെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഫംഗ്ഷന് അദ്ദേഹത്തോട് വരാൻ പറഞ്ഞിരുന്നു. ഞാൻ അവന്റെ ഫംഗ്ഷന് വരില്ല, നീയും പോരുതെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. നല്ല ദേഷ്യത്തിലാ സച്ചേട്ടൻ. ശരത്തിനോട് അവനോട് ദേഷ്യം മാറുന്നില്ലല്ലോ. ഇവനും അങ്ങനെ തന്നെയാ. മോള് വന്നില്ലെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ നടക്കില്ല. ഞാൻ ശരത്തിന് ഫോൺ കൊടുക്കാം. ശരത്തെ, നീ ചേച്ചിയോട് സംസാരിക്കേ. ചേച്ചി, ശരത്തെ, എനിക്ക് വരാൻ പറ്റില്ലടാ. നിങ്ങൾ എന്തായാലും ഫംഗ്ഷൻ നല്ല രീതിയിൽ തന്നെ നടത്താം. ഞാൻ പിന്നൊരു ദിവസം വന്ന് നിന്നെ കണ്ടോളാം. മനസ്സിലായി. സച്ചേതൻ ഫംഗ്ഷന് പോകണ്ടെന്ന് പറഞ്ഞല്ലേ? സ്വന്തം അനിയന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോകണ്ടെന്ന് പറയാൻ അദ്ദേഹം ആരാ? ചേച്ചി ഇവിടെ വന്നാൽ മാത്രമേ ഫംഗ്ഷൻ നടക്കൂ. ഇല്ലെങ്കിൽ നടക്കില്ല. കേക്ക് കട്ടിങ്ങനെ ഞാൻ നിൽക്കില്ല. ഞാനിപ്പോ ഇവിടെ ഇറങ്ങി പോകും. ശരത്തെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ചേച്ചി ഒന്നും പറയണ്ട, പെട്ടെന്ന് വരാൻ നോക്ക്. ശരത്തെ, ഹലോ. ചേച്ചി, രേവതി ചേച്ചി, എന്താ ഒരു വിഷമം പോലെ? എന്ത് പറ്റി? എന്റെ അനിയന്റെ ബർത്ത്ഡേ എന്ന്. ആഹാ,
അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കല്ലേ വേണ്ട വീട്ടിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്നും ഇല്ലേ? ആ, ഉണ്ട്. എന്നിട്ടെന്താ പോവാത്തെ? ഓ, ഒന്നിച്ച് പോവാനായിട്ട് സച്ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും അല്ലേ? അല്ല, സച്ചേട്ടൻ എന്നോട് ഫംഗ്ഷന് പോണ്ടെന്ന് പറഞ്ഞു. ഓ, സച്ചേട്ടനും ചേച്ചിയുടെ അനിയനും തമ്മിൽ അത്ര രസത്തിലല്ലല്ലോ, അതുകൊണ്ടായിരിക്കും പോണ്ടെന്ന് പറഞ്ഞതല്ലേ? സച്ചേട്ടനും ചേച്ചിയുടെ അനിയനും തമ്മിലല്ലേ പ്രശ്നം? അതിന്റെ ഭാഗമല്ലല്ലോ ഇത്. സച്ചേട്ടൻ ഫംഗ്ഷന് പോകുന്നില്ലെങ്കിൽ പോണ്ട, ചേച്ചി പോകുന്നുണ്ട്, എന്താ കുഴപ്പം? ചേച്ചിയുടെ അനിയന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ, ചേച്ചി ചെല്ല്. സച്ചേട്ടൻ പോണ്ടെന്ന് പറഞ്ഞതല്ലേ, അദ്ദേഹത്തിന്റെ വാക്ക് ധിക്കരിച്ച് ഞാൻ പോവില്ല. ഇന്നേ വരെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. സച്ചേട്ടൻ പോവാത്തടുത്ത് ഞാനും പോകുന്നില്ല. പക്ഷെ അപ്പൊ ചെന്നില്ലെങ്കിൽ ചേച്ചിയുടെ അമ്മയ്ക്കും അനിയനും വിഷമാവില്ലേ? അവർക്ക് വിഷമാവും. അമ്മ എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. ഞാൻ ചെന്നില്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യില്ല, ഫംഗ്ഷന് നിൽക്കാതെ വീട്ടിൽ നിന്ന് പോകുന്നൊക്കെയാ പറഞ്ഞത്. അവനങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സച്ചേട്ടനോട് മാത്രമല്ലേ അവന് ദേഷ്യമുള്ളൂ. ചേച്ചി എന്ന് വെച്ചാൽ അവന് ജീവന. ദേ, ചേച്ചി ചെന്നില്ലെങ്കിൽ അവിടെ ഫംഗ്ഷൻ നടക്കില്ല ചേച്ചി. ദേ, അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. അച്ഛനില്ലാത്ത വീടല്ലേ ചേച്ചി അത്. ചേച്ചി അവരുടെ എല്ലാം. ആ വീട്ടിലൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നടക്കുമ്പോ ചേച്ചി ചെന്നില്ലെങ്കിൽ ആ ഫംഗ്ഷൻ നടക്കാതിരിക്കുന്നതാ നല്ലത്. ചേച്ചി ചെല്ല്. വർഷ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. എന്നാലും സച്ചേട്ടൻ പോണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സച്ചേട്ടൻ വഴക്കുറയുന്ന മേടിച്ചിട്ടാണോ? അത് മാത്രല്ല, അദ്ദേഹം പറഞ്ഞത് കേൾക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. എന്റെ പൊന്നു ചേച്ചി, സച്ചേട്ടൻ അത് സീരിയസ് ആയിട്ട് പറഞ്ഞതൊന്നും ആയിരിക്കില്ല. ദേ, ചേച്ചിയുടെ അനിയനോടുള്ള ദേഷ്യം കൊണ്ട് പോണ്ടെന്ന് പറഞ്ഞതായിരിക്കും. അത്രേ ഉള്ളൂ. ചേച്ചി ഫംഗ്ഷന് പോയാ സച്ചേട്ടൻ ഒന്നും പറയില്ല. അദ്ദേഹത്തിന്റെ വാക്ക് ധിക്കരിച്ചിട്ട് പോവാന്നൊന്നും കരുതണ്ട. വേറെ എവിടെയെങ്കിലും പോവാണെന്ന് പറഞ്ഞിട്ട് പോയാലാ പ്രശ്നം. ഇത് സ്വന്തം വീടല്ലേ, അവരുടെ എല്ലാം ആണ് ചേച്ചി എന്ന് സച്ചേട്ടൻ അറിയില്ലേ. ചേച്ചി ചെല്ല്. ശരിയൊക്കെ തന്നെയാ. എന്നാലും ദേ, ചേച്ചി ഈ ഫംഗ്ഷന് പോയില്ലെങ്കിൽ ശരത്തിന് വിഷമമാവും. ദേ, പിന്നെ അവൻ ഈ ജന്മം ചേച്ചിയോട് മിണ്ടില്ല. അവൻ അവന്റെ വഴിക്ക് പോവും. ചേച്ചി എന്തിനാ വെറുതെ കൂടെ പിറപ്പിനെ അമ്മയൊക്കെ സങ്കടപ്പെടുത്തുന്നേ? പോയിട്ട് വാ ചേച്ചി, ചെല്ല്. ശരി ചേച്ചി, ഞാൻ വരട്ടെ. സച്ചി പോണ്ടാന്ന് പറഞ്ഞിട്ടും അവള് പോയി. ഇതവൻ അറിഞ്ഞാ അവൻ പഴയ സച്ചിയാവും. ഒരു യുദ്ധം ഉറപ്പാ. അവളുടെ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും. ഇവിടെ കയറ്റില്ല സച്ചി. ലക്ഷ്മി, രേവതി തീരെ വന്നില്ലല്ലോ. അവള് വരും. അതെ, ആ ഭാഗത്തേക്ക് ചെന്നാ മതി, ചായ ഉണ്ട്. ശരി. അമ്മേ, ഞാൻ പോട്ടെ. പോകാനോ? എവിടെ പോകാൻ? ചേച്ചി വരില്ല. സച്ചേട്ടൻ ഫംഗ്ഷന് പോകരുതെന്ന് പറഞ്ഞല്ലോ. ചേച്ചി ഇവിടെ എന്തായാലും വരില്ല. രേവതി വരും. ഇല്ല, അദ്ദേഹം വരണ്ടാന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാ ചേച്ചി വിടാത്തത്. ഞാൻ പറഞ്ഞല്ലോ, ചേച്ചി വന്നില്ലെങ്കിൽ ഫംഗ്ഷൻ നടക്കില്ല. ഞാൻ കേക്ക് കട്ട് ചെയ്യില്ല. ഞാനിപ്പോ പോവും. നീയൊന്ന് ക്ഷമിക്കടാ. അവള് വരും. സച്ചേട്ടൻ വരരുതെന്ന് പറഞ്ഞാ ചേച്ചി ഇവിടേക്ക് വരില്ലമ്മേ. അമ്മേ, ഫംഗ്ഷൻ നടക്കില്ല എന്ന് പറഞ്ഞേക്ക് എല്ലാരോടും. മോളെ, ശരത്ത്, അമ്മ. മോളെ. ചേച്ചി, അമ്മേ, ശരത്തെ പിറന്നാൾ ആശംസകൾ. ദാ, എന്റെ വക ചെറിയൊരു സമ്മാനം. താങ്ക് യു ചേച്ചി. ഞാൻ കരുതി ചേച്ചി വരില്ലാന്ന്. എന്റെ അനിയന്റെ പിറന്നാൾ ആഘോഷത്തിന് ചേച്ചി വരാതിരിക്കോടാ. അദ്ദേഹം പോണ്ടാന്ന് പറഞ്ഞിട്ടും ചേച്ചി വന്നല്ലോ, സന്തോഷായി. എന്താ മോളെ നീ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല അമ്മേ. അവനറിയാതെ നീ വന്നതല്ലേ? ഇതൊക്കെ എപ്പോഴാണോ പറയുന്നത് അമ്മേ? ഇപ്പൊ നമ്മുടെ ശരത്തിന്റെ സന്തോഷമല്ലേ മുഖ്യം. രേവതിയേ, രേവതി, രേവതി, രേവതിയേ. ദാ, അവളെ എത്ര വിളിച്ചു കൂവിയാലും അവള് വരില്ല. അവളെവിടെ ഉണ്ടെങ്കിലല്ലേ വരൂ. രേവതി ഇവിടെ ഇല്ലേ? ആ, പോയിക്കാൻ പോയി കാണും. അവളെ എങ്ങനെ എടുക്കാനാ? അവളുടെ അനിയന്റെ പിറന്നാൾ ആഘോഷത്തിന് പോയിരിക്കല്ലേ. അവിടെ ആട്ടവും പാട്ടും ഒക്കെ കാണും. അതിനിടയിൽ നിന്റെ ഫോൺ എടുക്കാൻ എവിടെ സമയം? അവള് ബർത്ത്ഡേ ഫംഗ്ഷന് പോയില്ല. ഞാൻ അവളോട് പോകണ്ടെന്ന് പറഞ്ഞിരുന്നു. അവളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് ഉറക്കം വരില്ല അല്ലേ? പിന്നെ അവൾ ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലല്ലോ. ഒന്ന് പോടാ. ദാ, നിനക്ക് അവളെ ശരിക്കും മനസ്സിലായിട്ടില്ല. അവള് നിന്റെ തലയിൽ മുളകരയ്ക്കുക. നീ അമ്മിക്കല്ല് പോലെ തല കാണിച്ചു കൊടുത്തു. എന്തൊരു മണ്ടനാടാ നീയാ. ചുമ്മാ ഓരോന്ന് പറയല്ലേ. അവള് ഫംഗ്ഷന് പോകില്ലെന്ന് എന്നോട് പറഞ്ഞാ അവള് പോയിക്കാൻ പോയതാ. ഓ, എടാ, നിന്നെ അവൾക്ക് ഒരു വിലയില്ല. വിലയുണ്ടെങ്കിൽ നീ പറഞ്ഞത് കേൾക്കാതെ അവള് പോവോ? അവളെ പൂ വിൽക്കാനൊന്നും അല്ല പോയത്. അവളുടെ അനിയന്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കാൻ അവളുടെ വീട്ടിൽ പോയതാ. എന്റെ ഭാര്യ എനിക്കറിയാം. ഞാൻ പറഞ്ഞ അനുസരിക്കാത്തവളല്ല അവള്. അവള് ഫംഗ്ഷന് പോയില്ല. പോയിക്കാൻ തന്നെ പോയത്. വണ്ടി ഓടിക്കായിരിക്കും. ആരെങ്കിലും ഫോൺ എടുക്കാതെ. എടാ മണ്ട, അവള് പൂ വിൽക്കാനല്ല പോയത്. നിന്റെ ചെവിയിൽ പൂ വെച്ചിട്ടേ അവൾ അവളുടെ വീട്ടിൽ പോയി. അവള് പോയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എടാ, നീ എന്നോട് എന്തിനാടാ വെച്ചുവെക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാ. നിനക്ക് വിശ്വാസമായിരിക്കില്ലേ? നീ ചെന്ന് അവളുടെ വീട്ടിൽ പോയി നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും നിന്റെ പുന്നാര ഭാര്യ നിന്നെ വില വെക്കുന്നവളാണോ അല്ലയോ എന്ന്.